നിനക്ക് ചായ വേണോ? ഞാൻ കുടിച്ചു. കുടിച്ചോ? എപ്പോ? മുറിയിൽ വെച്ച ടീ ബാഗും കെറ്റിലും അവിടെ ഉണ്ടല്ലോ. അത് ശരി. അപ്പൊ കെറ്റില് നീയാണോ എടുത്തേ? അത് രാവിലെ എഴുന്നേറ്റ് ഒരു കട്ടൻ കുടിക്കുന്നത് ഇപ്പൊ ശീലമായി. താഴേക്ക് വന്ന് ആരെയും ബുദ്ധിമുട്ടിക്കണ്ടല്ലോ എന്ന് വിചാരിച്ചു. ബ്രേക്ക്ഫാസ്റ്റ് എടുക്കട്ടെ? കുറച്ച് കഴിഞ്ഞിട്ട് മതി. ഹലോ, ഞാനാടാ. മനസ്സിലായി. നീ ഒരു വാർത്ത അറിഞ്ഞോ? ഇല്ല, എന്താ? നമ്മുടെ ഇൻസ്പെക്ടർ സാബു ആശുപത്രിയിലാണ്. ആണോ? ആക്സിഡന്റ് എന്നാണ് അയാള് പറഞ്ഞത്. പക്ഷെ ഡോക്ടർ പറയുന്നത് ആരോ ആക്രമിച്ചാണെന്നാണ്. ആര്? ആരായിരിക്കും? വിക്രം? അല്ലാതെ വേറെ ആര്? അന്ന് അവിടുന്ന് മടങ്ങുമ്പോ ആക്സിഡന്റ് ആയെന്നാണ് സാബു പറയുന്നത്. പക്ഷേ ആ മാഷയും മക്കളെയും സ്റ്റേഷനിൽ വിളിപ്പിച്ച് തല്ലിച്ചതച്ചതിന് പകരം വീട്ടിയതാകാനേ വകയുള്ളൂ. ആക്സിഡന്റ് അല്ലാന്ന് ഉറപ്പാണോ? ഡോക്ടർ വരെ പറയുന്നത് ആരോ മനഃപൂർവ്വം തല്ലിച്ചതച്ചതാണെന്ന്. മാത്രമല്ല അയാള് വല്ലാതെ പേടിച്ച മട്ട്. പക്ഷെ എന്തായാലും ഞാൻ അയാളൊന്ന് കാണുന്നുണ്ട്. ഞാൻ അങ്ങോട്ട് വരാം, ഒരുമിച്ച് പോവാം. എന്നാ വേഗം ഇറങ്ങാൻ നോക്കാം. അപ്പോ അവൻ തിരിച്ചടി തുടങ്ങി അല്ലെ? ഇൻസ്പെക്ടർ പഞ്ഞി കിട്ടിട്ടാ അവന്റെ ആരംഭം. ഒന്നും ചെയ്യാത്ത അച്ഛനെയും ചേട്ടന്മാരെയും കൊണ്ടുപോയി സ്റ്റേഷനിലിട്ട് തല്ലി ചതിക്കുമ്പോ ഒരു തിരിച്ചടി ഉണ്ടാവുമെന്ന് അയാൾ ഓർക്കേണ്ടതായിരുന്നു. ഓ, അപ്പൊ അവനാണെന്ന് നീ അങ്ങ് ഉറപ്പിച്ചു അല്ലെ? വിക്രമാണിത് ചെയ്തതെന്ന് നിങ്ങളല്ലേ പറഞ്ഞത്. അപ്പൊ അതിന്റെ കാരണം ഞാൻ പറഞ്ഞേ ഉള്ളൂ. അധികകാലം അവനിങ്ങനെ കഴിയാൻ പറ്റുന്ന നീ വിചാരിക്കണ്ട. അത് ശരിയാ. അധികകാലം ഇങ്ങനെ കഴിയില്ല. വിക്രം പുറത്തു വരികയും അന്തസ്സായി ജീവിക്കാൻ തുടങ്ങുകയും ചെയ്യും. പക്ഷെ അതിനു മുൻപ് സാബുവിനെയും അതുപോലെയുള്ള മറ്റു ചിലരെയും എങ്ങനെ കൈകാര്യം ചെയ്യുമെന്ന് അറിയില്ലെന്ന് മാത്രം. അപ്പൊ അവൻ എവിടെ ഉണ്ടെന്നും എന്തൊക്കെ ചെയ്യുമെന്നും നിനക്ക് അറിയാം അല്ലെ? എന്ത് സംശയം. തിരിച്ചടികൾ എങ്ങനെയൊക്കെ വേണമെന്ന് ഇനി ഒരുമിച്ചാണ് ഞങ്ങൾ ആസൂത്രണം ചെയ്യാൻ പോകുന്നത്. എതിർക്കൊന്നും ഇല്ലല്ലോ അല്ലേ? ആർക്കും ശരിയായ നന്നായിട്ട് ഉറങ്ങി. എന്നാ പോയി ബ്രഷ് ചെയ്തിട്ട് വാ. ഞാൻ ഇപ്പോഴേക്കും ചായ ഇടാം. ആർക്കാന്ന് ചോദിക്കില്ലേ? ഈ മുറിയിൽ വെച്ച ചായ ഇട്ടാൽ ആരറിയാനാ? ഇവിടെ അത്യാവശ്യം വേണ്ട സാധനങ്ങളൊക്കെ ഞാനിവിടെ ഒരുക്കിയിട്ടുണ്ട്. മുമ്പ് പോയി ബ്രഷ് ചെയ്തിട്ട് വാ. പിടിക്കണം. അത് ശരിയാ. ഈ കാലം വെച്ചാ ഇൻസ്പെക്ടറെ പഞ്ഞിക്കിടാൻ പോയതല്ലേ? അയ്യടാ, ചിരിക്കല്ലേ. കോളം ഒരു കുത്തു വെച്ചാലാ തോന്നുന്നത്. അതെന്നെ സാബുവും ചെയ്തത്. പക്ഷെ അത് തടഞ്ഞതുപോലെ നിന്നെ ഞാൻ തടക്കില്ല കേട്ടോ. കത്തിയോ കുന്തോ എന്താന്ന് ചേർത്ത് കുത്തിക്ക്. ഒന്നുമില്ലെങ്കിലും ഇങ്ങനെ ബുദ്ധിമുട്ടിക്കുന്നതിന്റെ ദേഷ്യമെങ്കിലും തീർക്കാല്ലേ? എനിക്ക് ഇതൊക്കെ ബുദ്ധിമുട്ടാണെന്ന് ഞാൻ പറഞ്ഞു. പറഞ്ഞില്ലെങ്കിലും ഞാനത് മനസ്സിലാക്കണമല്ലോ. ആളുകളെ തിരിച്ചറിയാനും മനസ്സിലാക്കാനും ഒക്കെ ഇയാൾക്ക് നല്ല മിടുക്കാണല്ലോ. ഇത്രയും കൊല്ലം അങ്ങനെയാണല്ലോ ജീവിച്ചത്. അങ്ങനെ തിരിച്ചറിഞ്ഞ് മനസ്സിലാക്കിയും അടങ്ങി ഒതുങ്ങി ജീവിക്കാന്ന് വിചാരിച്ചപ്പോഴല്ലേ നീ ഇറങ്ങി പോകുന്നത്. അച്ഛനും ഞാനും ഇവിടെ വന്ന് വിളിച്ചിട്ടും നീ വന്നില്ലല്ലോ. അതുകൊണ്ട് ഇപ്പൊ ഗുണമുണ്ടായില്ലേ? ഒളിച്ച് താമസിക്കാൻ ഒരു സ്ഥലം കിട്ടിയില്ലേ? ഇതത്ര സേഫായ സ്ഥലമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇത്രയും സേഫായ ഒരു സ്ഥലം വിക്രമിന് വേറെ കണ്ടുപിടിക്കാൻ പറ്റില്ല. ജില്ലാ ജഡ്ജിന്റെ വീട്ടിൽ കയറി റെയ്ഡ് നടത്താൻ അധികം ആരും തയ്യാറാവില്ല. പോലീസ് വേണ്ട, നിന്റെ വീട്ടിൽ നിന്ന് ആരെങ്കിലും വന്നാൽ വരില്ലെന്നേ. അതൊക്കെ ഞാൻ നോക്കിക്കോളാം. അഥവാ വന്നാലും അപ്പുറത്തൊരു വാതിലുണ്ട്. അത് തുറക്കുന്നത് ഓപ്പൺ ടെറസിലേക്കാ. അവിടെ ഒരു സ്റ്റോർ റൂം ഉണ്ട്. അതിന്റെ ഉള്ളില് ഞാനൊരു സ്പേസ് ഉണ്ടാക്കിയിട്ടുണ്ട്. അവിടെ ചെന്നിരുന്നാ മതി. അന്വേഷിക്കുന്നവര് മടങ്ങി പോകുമ്പോ ഞാനൊരു സിഗ്നൽ തരാം. അപ്പൊ മടങ്ങിയാ മതി. അത് ശരി. ബ്രഷ് ചെയ്തില്ല അല്ലേ? കട്ടൻ കുടിക്കാൻ പല്ല് തേക്കണമെന്നില്ല. സാബുവിനെ തല്ലിയത് ശ്രേട്ടൻ അറിഞ്ഞിട്ടുണ്ട്. അങ്കിളിന്റെ ഫോൺ വന്നിരുന്നു. അത് ഞാനാണെന്ന് അവൻ പറഞ്ഞോ? ഇല്ലല്ലോ. അതവർക്ക് ഊഹിക്കാമല്ലോ. അതാണ് പറഞ്ഞത്. ഇവിടത്തെ താമസം തനിക്ക് റിസ്ക് ആവും. അത് ഞാൻ നോക്കിക്കോളാം. ഇമാതിരി തല്ലുകൊള്ളിത്തരം കാണിക്കാതിരുന്നാ മതി. ചിരിച്ചു മയക്കാതെ പോയി ബ്രഷ് ചെയ്തിട്ട് വാ. അപ്പൊ ഇനിയിപ്പോ ബ്രേക്ക്ഫാസ്റ്റ് എവിടെയാണ് ഉണ്ടാക്കുന്നത്? ബ്രെഡും മുട്ടയും അലമാരിയിലുണ്ട്. ഇൻഡക്ഷൻ സ്റ്റവും അത്യാവശ്യം പാത്രങ്ങളൊക്കെ ഉണ്ട്. ഒരാളുടെ കാര്യമല്ലേ, നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാന്നേ. വല്ലാത്തൊരവസ്ഥയിലാണ് പേഷ്യന്റ് ഇങ്ങോട്ട് കൊണ്ടുവന്നേ. രണ്ട് കൈയും കാലും ഒടിഞ്ഞ അവസ്ഥയിലായിരുന്നു. കഴുത്തിലൊരു കംപ്രഷൻ ഫ്രാക്ചർ ഉണ്ടായിട്ട് ഭാഗ്യത്തിന് സ്പൈനൽ കോഡിനെ അത് അഫക്ട് ചെയ്തിട്ട്. ഒരു മേജർ ആക്സിഡന്റിൽ ഇതൊക്കെ സംഭവിക്കാം. പക്ഷേ SI സാബുവിന്റെ കാര്യത്തിൽ ഒരു വ്യത്യാസമുള്ളത് അക്കിലസ് ടെൻഡൻ ഏറ്റിട്ടുള്ള മുറിവാണ്. എന്നുവെച്ചാൽ നമ്മളെ നിൽക്കാനും നടക്കാനും ഒക്കെ സഹായിക്കുന്ന ഒന്നാണ് ഈ അക്കിലസ് ടെൻഡൻ. കാൽവണ്ണയിലെ പേശികളെ ഉപ്പൂറ്റിയിലെ അസ്ഥിയുമായി ബന്ധിപ്പിക്കുന്ന കട്ടിയുള്ള നാരുകൾ ചേർന്ന ഭാഗമാണിത്. സാധാരണ പടങ്ങളിൽ ഇതങ്ങനെ മുറിഞ്ഞു പോകാറില്ല. ഇതിവിടെ ആരോ അത് വെട്ടിക്കളഞ്ഞ പോലെയാ തോന്നേ. മലയാളത്തില് നമ്മൾ ഈ കുതികാല് വെട്ടുക എന്നൊക്കെ പറയില്ലേ, അത് തന്നെ സംഭവം. ഉപ്പൂറ്റിയും കാഫ് മസിലുമായിട്ടുള്ള ബന്ധം അറ്റുപോകുന്നതോടുകൂടി പേശികൾ അങ്ങനെ തന്നെ മുകളിലേക്ക് വലിഞ്ഞു പോകും. സർജറി ചെയ്തിട്ടുണ്ട്. പക്ഷെ ഒരുപാട് കാലത്തെ ഫിസിയോതെറാപ്പിക്ക് ശേഷമേ ചലനശേഷി തിരിച്ചു കിട്ടുമെന്ന് പറയാൻ പറ്റും. പേഷ്യന്റ് ഇപ്പോഴും പറയുന്നത് ആക്സിഡന്റ് ആണെന്ന്. പക്ഷെ ഇതാരും മനഃപൂർവ്വം ചെയ്ത പോലെ എനിക്ക് ഫീൽ ചെയ്ത്. ഇനി നിങ്ങളൊന്ന് സംസാരിച്ചു നോക്കാം. ശരി ഡോക്ടർ. സംസാരിക്കാൻ ഇപ്പൊ കുഴപ്പമൊന്നുമില്ല. പെയിൻ കില്ലേഴ്സിന്റെയും മറ്റു മരുന്നുകളുടെയൊക്കെ ചെറിയ സഡേഷൻ ഉണ്ടാവും. അത്രേ ഉള്ളൂ. ഞങ്ങൾക്കൊന്ന് ഒറ്റയ്ക്ക് ഓഫ് കോഴ്സ്. ഒരുപാട് ബുദ്ധിമുട്ടിക്കുന്നത് മാത്രമേ ഉള്ളൂ. നിങ്ങൾ സംസാരിച്ചോളൂ. ശരി. സാബു, എന്താ സാബു സംഭവിച്ചത്? സാബു സത്യം പറ, ആരാ സാബുവിനെ ആക്രമിച്ചത്? പേടിക്കാതെ പറ സാബു. നല്ല ഇരുട്ടായിരുന്നു. ഉള്ളില് മദ്യം ഉണ്ടായിരുന്നുകൊണ്ട് ശ്രദ്ധിച്ചില്ല. കുഴിയിൽ വീണ് തെറിച്ച് പാറയിൽ വന്നിരിച്ചു. പിന്നെ കുറെ നേരത്തേക്ക് ബോധം ഉണ്ടായിരുന്നില്ല. എഴുന്നേറ്റപ്പോ ഇവിടെയാ. ഇതേ വാചകങ്ങളാണ് ആവർത്തിക്കുന്നത്, ഏതാണ്ട് പഠിച്ചു വെച്ചതുപോലെ. സാബു, താൻ വല്ലാതെ പേടിച്ചിട്ടാ സംസാരിക്കുന്നതെന്ന് എനിക്കറിയാം. ഇത് ആക്സിഡന്റ് അല്ലെന്നും ആരോ മനഃപൂർവ്വം തല്ലി പിടിച്ചതാണെന്നും ഡോക്ടർ വരെ പറയും. ആരാണെന്ന് സാബുവിന് അറിയാം. അത് പറയാൻ ഒരു പേടിയും വേണ്ട. പറ, ഇതവനല്ലേ വിക്രം? ഇനി നിന്റെ കൈ പൊങ്ങിയ നീ മാത്രമല്ല, വീട്ടിലുള്ള നിന്റെ അനിയനും അളിയനും കൂടി ഇല്ലാതെയാവും. നിന്റെ ഭാര്യ അടക്കം 3 പെണ്ണുങ്ങൾ വിധവയാവും. ആണുങ്ങളെ തമ്മിൽ അടിക്കുമ്പോൾ അനുഭവിക്കുന്നത് വീട്ടിലെ പെണ്ണുങ്ങൾ കൂടിയാണ്. നായ സാവു, സാധാരണ ആക്സിഡന്റുകളില് കുതി ഞരമ്പ് മുറിയാറില്ല. ഇത് താൻ എഴുന്നേറ്റ് നടക്കരുതെന്ന് കരുതി തന്നെ ഒരാൾ ചെയ്തതാ. ഇപ്പോഴത്തെ അവസ്ഥയിൽ അത് ചെയ്യാൻ സാധ്യതയുള്ളത് ആരാ? തന്റെ ശത്രുക്കളിൽ ആര് തന്നെ ആയാൽ പോലും ഡിപ്പാർട്ട്മെന്റ് അതിന് പകരം ചോദിച്ചോളും.
സബ് പറയും വിക്രമല്ലേ ഇത് ചെയ്തത്? ആക്സിഡന്റ് ആണെന്ന് ഇനിയും കള്ളം പറഞ്ഞൊഴിയാൻ നോക്കണ്ട. ആരാണെന്ന് പറഞ്ഞേ തീരൂ. നാടാകെ ഞങ്ങൾ അവനെ തിരയുകയാണ് വരുണിന്റെ കൊലപാതകത്തോടൊപ്പം. ആ കേസ് അന്വേഷിക്കുന്ന പോലീസ് ഇൻസ്പെക്ടറെ കൂടി കൊലപ്പെടുത്താൻ നോക്കി തെളിഞ്ഞാൽ അവൻ ഇനി പുറലോകം കാണില്ല. കയ്യെ കിട്ടിയ നിയമത്തിന് മുന്നിൽ വിട്ടുകൊടുക്കാതെ തന്നെ നമുക്ക് അവനെ അവസാനിപ്പിക്കാം. പറ, വിക്രമല്ലേ ഇത് ചെയ്തത്? ഇനിയുള്ള കാലം മുഴുവൻ തന്നെ കിടപ്പിലാക്കിയിട്ടാ അവൻ പോയത്. മറ്റെന്തൊക്കെ ഭേദമായാലും ഇനി താൻ എഴുന്നേറ്റ് നടക്കുമെന്ന് വിചാരിക്കണ്ട. തന്റെ പിന്നിൽ ഒരു ഫുൾ ഫോഴ്സ് ഉണ്ട്. പിന്നെ ഞങ്ങളുണ്ട്. ആരെയും പേടിക്കാതെ പറ, ആരാ ഇതിന്റെ പിന്നിലെ? അത് പറയ് സാബു. ഇരുട്ടായിരുന്നു സാറേ, ആളെ കണ്ടില്ല. ആരാണെന്ന് എനിക്കറിയില്ല. വാ, ഇനി ചോദിച്ചിട്ട് കാര്യമില്ല. സി, ഞാൻ മുമ്പ് സംസാരിച്ചപ്പോഴും ഇത് തന്നെയായിരുന്നു മറുപടി. ഒരു വ്യത്യാസമുള്ളത് ഇരുട്ടായി ആളെ കണ്ടില്ല എന്ന് സമ്മതിച്ചു എന്ന് മാത്രമാണ്. അത് ഒന്നുകൂടി ബലമായിട്ട് ചോദിച്ചിരുന്നെങ്കിൽ. ഏയ്, അയാൾ ഇനി ഒരു അക്ഷരം വിട്ട് പറയില്ല. നമുക്ക് പരിചയമുള്ള സാബു അല്ല ആ മുറി കിടക്കണത്. ഭയം അയാളെ മറ്റൊരാളാക്കി മാറ്റിയിട്ടോ. ഇനി ഒരിക്കലും അയാൾ ഫോഴ്സിലേക്ക് തിരിച്ചു കയറരുത് എന്ന് കരുതിയുള്ള ചെയ്താണത്. അതെ, അതുകൊണ്ടാണ് ഇത് വിക്രം തന്നെയാണെന്ന് ഞാനങ്ങ് ഉറപ്പിച്ചത്. അവന്റെ അച്ഛനെയും ചേട്ടന്മാരെയും സ്റ്റേഷനിൽ കയറ്റി പെരുമാറിയതിനുള്ള പ്രതികാരം ഇത്. ഒരു തരം ഗറില്ല യുദ്ധം, മറഞ്ഞിരുന്ന് ആളെ വീഴ്ത്തുന്ന തന്ത്രം. നാളെ അത് ആർക്ക് കാര്യമാവാം. സാറിന് പേടിയോ? കാര്യം പറയാലോ, ഒറ്റയ്ക്ക് നേരിടാൻ എനിക്ക് പേടിയുണ്ട്. ഇമാതിരി ചെയ്തു വല്ലതും കിട്ടിയാ പിന്നെ ഈ ജന്മത്തെ എഴുന്നേറ്റ് നിൽക്കാൻ പറ്റില്ല. എന്നാ പിന്നെ സുഖമായില്ലേടൂ. ഇപ്പൊ ഈ എടുക്കുന്ന കഷ്ടപ്പാടൊന്നും വേണ്ടല്ലോ. വെറുതെ വീട്ടിൽ കിടക്കുക, സമയാസമയത്തിന് ഭക്ഷണം കഴിക്കുക, വിശ്രമ ജീവിതം. അകത്ത് പേടിച്ച് വിറച്ചു കിടക്കുന്നവനെ പോലെ കിടക്കാനായിരുന്നെങ്കിൽ ഇതിനൊന്നും ഇറങ്ങി പുറപ്പെടേണ്ട കാര്യമില്ലായിരുന്നല്ലോ. ഇതിപ്പോ നമ്മുടെ ഈഗോയിൽ തൊട്ട അവന്റെ കളി. ഇപ്പൊ ഒതുങ്ങിക്കൊടുത്താൽ അവനങ്ങ് ജയിച്ചെന്ന് കരുതും. പകരം മാളത്തിൽ നിന്ന് അവനെ പുറത്തിറക്കണം സാറേ. അവന് വേദനിച്ച് അവൻ സഹിക്കും. പക്ഷേ അവന് വേണ്ടപ്പെട്ടവരെ വേദനിപ്പിച്ചാൽ അവൻ പുറത്തിറങ്ങും. മുന്നിൽ വന്ന് കിട്ടിയാൽ പിന്നെ എന്തുകൊണ്ടെന്ന് സാറിനറിയാലോ. വിചാരിക്കുന്നത് പോലെ എളുപ്പമല്ല ചന്ദ്രശേഖര. ഇനിയും അവന്റെ വീട്ടുകാരുടെ നേരെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അത്തരം നീക്കങ്ങളുടെ നേരെയൊക്കെ വലിയ എതിർപ്പുണ്ടാവും. പ്രത്യേകിച്ചും ഇലക്ഷൻ പ്രഖ്യാപിച്ചിരിക്കുന്ന ഈ സമയത്ത് അത് നമുക്ക് എളുപ്പമല്ല. എന്തിനാ വഴി പോകണം? നിയമം അനുവദിച്ചിരിക്കുന്ന വഴിയുണ്ടല്ലോ. അവന്റെ ഭാര്യയുണ്ടല്ലോ വേദ, അവളായിട്ട് തന്നെ അതിനൊരു വഴി തുറന്നിട്ട് തന്നിട്ടുണ്ടല്ലോ. അച്ഛൻ അവളെ അങ്ങനെ വിശേഷിപ്പിക്കല്ലേ, കേൾക്കുമ്പോ തന്നെ എന്തോ പോലെ തോന്നുന്നു. നിനക്ക് തോന്നിയാലും ഇല്ലെങ്കിലും ഇപ്പൊ അത് തന്നെയല്ലേ സത്യം. ചന്ദ്രശേഖരൻ എന്താ പറയാൻ വന്നത്? മാർക്കറ്റ് ലഹള കേസിന്റെ കാര്യമാ. വേദയായിട്ട് കുടത്തിൽ നിന്നും പുറത്തുവിട്ട ഭൂതമാത് കോടതി അതിന്റെ പുനരന്വേഷണം പ്രഖ്യാപിച്ചിരിക്കുകയല്ലേ. ആ കേസിന്റെ ചാർജ് ഇനി മുതൽ സാറിന് കിട്ടിയാലോ. ആ കേസില് ശ്രീനിവാസനോടൊപ്പം ഉണ്ടായിരുന്ന ആളാണ് വിക്രം എന്ന് വരുത്തി തീർക്കാനുള്ള തെളിവുകൾ നമുക്കുണ്ടാക്കാവുന്നേ. ശ്രീകാര്യം ശ്രീനിവാസനെ അറസ്റ്റ് ചെയ്ത് ജയിലിലടച്ചാൽ അവൻ അടങ്ങിയിരിക്കുകയല്ല, ഉറപ്പായിട്ടും അവൻ പുറത്തെയാണ്. ഒപ്പം വരുൺ കൊലക്കേസിൽ പ്രതി എന്ന് സംശയിക്കുന്നു എന്ന മട്ടിൽ അവന്റെ ഒരു ഫോട്ടോ വെച്ചുള്ള ഒരു ലുക്കൌട്ട് നോട്ടീസും ഉറപ്പായിട്ടും അവനെ കൈ കിട്ടും സാറേ. പിന്നെ എന്ത് വേണമെന്ന് ഞാൻ സാറിനോട് പറയേണ്ടതുണ്ടോ? അല്ലേ? സാറ് ധൈര്യമായിട്ട് കാടടക്കാൻ തുടങ്ങ. ഒളിച്ചിരിക്കുന്ന കൊമ്പനെ നമ്മൾ കൊമ്പ് കുത്തിക്കും. ഞാൻ പേടിക്കാം. വേണ്ടവേ, അമ്മ മാറിയോ? ഞാൻ ഇറങ്ങാം വിശ്വട്ടാ. ഞാൻ എടുത്തോളാം നന്ദിനി. നീ ഇപ്പൊ ഒരു പണി ചെയ്യല്ലേ, അത് തീർക്ക്. ഇത് വളരെടുത്ത് വെച്ചോളൂ. ഇത് എന്ത് കെട്ടാ വിശ്വട്ടെ കെട്ടി വെച്ചേക്കുന്നേ? ഞാൻ കൊണ്ടുവയ്ക്കാം. ഒരാഴ്ച സപ്ലിമെന്റ് പ്രശ്നങ്ങളുണ്ട് കേട്ടോ. ആളുകൾ ചോദിച്ചു വരുന്നുണ്ടെന്ന് പോലും. ഇനി എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും അത് മുടക്കരുത്. തടസ്സപ്പെടുത്താൻ ആരെങ്കിലും വന്നാൽ മുന്നിൽ തന്നെ നിൽക്കണം. അത് വീഡിയോ എടുത്ത് പ്രചരിപ്പിക്കുമെന്ന് പറയണം. ഇലക്ഷൻ എടുക്കുന്നതുകൊണ്ട് കൂടുതൽ വിളച്ചിൽ ഇനി മുതിരൊന്നും തോന്നുന്നില്ല. വിക്രം ഒരിക്കൽ നിന്റെ അമ്മയോട് പറഞ്ഞൊരു കാര്യമുണ്ട്. എതിർക്കാൻ തയ്യാറല്ലെന്ന് കണ്ട തുടർച്ചയായി അടിയേറ്റുകൊണ്ടേയിരിക്കുമെന്ന്. സ്വന്തം രക്ഷയ്ക്കാണത്രേ അവൻ പലപ്പോഴും പ്രതിരോധിച്ചിട്ടുള്ളത്. അന്ന് അത് ഞാൻ മുഖവരെ കണ്ടിട്ടില്ല. പക്ഷെ ചിലതരം ആളുകളുടെ അടുത്ത് അങ്ങനെ പെരുമാറാൻ പറ്റുമെന്ന് തോന്നുന്നു. അച്ഛനിപ്പോ വിക്രത്തിന്റെ തല്ലുകൊടുത്തതെയും സപ്പോർട്ട് ചെയ്ത് തുടങ്ങി. അങ്ങനെയല്ലടാ, അവനുണ്ടാക്കിയ വഴക്കുകളും അടികളും ഒക്കെ അവൻ മനപ്പുറം ഉണ്ടാക്കുന്നതാണെന്ന് വിശ്വസിക്കാനായിരുന്നു എനിക്കിഷ്ടം. നാട്ടുകാരിൽ പലരും അവനെപ്പറ്റി നല്ലത് പറയുമ്പോഴും എന്റെ മനസ്സിൽ അവന്റെ പ്രതീക്ഷ അതായിരുന്നില്ലല്ലോ. അതിന്റെ മറവിൽ മറ്റൊരാൾ എന്നെ കാലങ്ങളായി വഞ്ചിച്ചോണ്ടിരിക്കണമെന്ന് അറിയാൻ ഒരുപാട് വൈകിപ്പോയില്ലേ. അത് പോട്ടെ മാഷെ, കഴിഞ്ഞ കാര്യങ്ങളല്ലേ, ഇനി അതും മനസ്സിലിട്ട് കുഴക്കണ്ട. അതെ, പിന്നെ നാട്ടുകാർക്കിടയിൽ മറ്റൊരു സംസാരമുണ്ട്. ആ ഇൻസ്പെക്ടർ സാബു ഇല്ലേ, അയാൾ ഇന്നലെ രാത്രി ആരോ മാരകമായിട്ട് ആക്രമിച്ചിട്ടുണ്ടെന്ന്. ആരോന്ന് വെച്ചാ? അത് ചെയ്തത് വിക്രമാണെന്നാ നാട്ടുകാർ പറയുന്നത്. ഈ കഞ്ഞിയൊക്കെ എങ്ങനെ എടുത്തോണ്ട് വരുന്നു? അവിടെ ആരും കാണുന്നില്ലേ? റിസ്ക് ആണെങ്കിലും ഒരു രസമൊക്കെ ഉണ്ടല്ലേ. നിനക്ക് രസമുണ്ടായിരിക്കും. ഇത്രയും വലിയ തടവ് ശിക്ഷ ആയിരിക്കും എനിക്കിപ്പോഴാ മനസ്സിലായത്. ചില തടവ് ജീവിതകാലം മുഴുവനും ഓർക്കാനുള്ളതാണെങ്കിലും നല്ലതല്ലേ. ഇതെന്താ ഇതിവിടെ?